ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും അതുപോലെ തന്നെ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിനായിട്ടുള്ള വസ്തുതകളിലേക്കും വെളിച്ചം വീശുവാനായി നമുക്ക് ഏറെ പ്രിയങ്കരനായ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ആണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തെ വളരെ സ്നേഹാദരങ്ങളോടെ നമുക്ക് ഇന്നത്തെ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഏറെ പ്രിയം നിറഞ്ഞ ഡെന്നിസ് ജോയ് സാറിന് ഞാൻ കായംകുളത്ത് നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ വീട് പണിത് ആയിട്ട് 5 വർഷത്തോളമായി. ഇവിടെ വന്ന് താമസമായതിൽ പിന്നെ ഇന്നും ഓരോരോ അസുഖങ്ങളാണ്. എനിക്ക് ഇടയ്ക്ക് ക്യാൻസറിൻ്റെ ആരംഭമുണ്ടായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിലുമാണ്. ഒരു പുരോഗമനവും കാണുന്നില്ല. ഞാൻ ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യുന്നു. മക്കളുടെ വിദ്യാഭ്യാസത്തിനും ആകെ തടസ്സങ്ങളാണ്. ദയവായി മറുപടി തന്ന് സഹായിക്കണം. വീടിൻ്റെ കുഴപ്പമാണോ, ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു വീടിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് ഓൾറെഡി റോഡ് ലെവലിൽ നിന്നും ഒരുപാട് താണു നിൽക്കുന്ന വസ്തുവായിട്ടാണിത്. അപ്പം നമ്മൾ റോഡ് ലെവലിൽ നിന്ന് താണു നിൽക്കുന്ന വസ്തുവിൽ നമ്മൾ വീട് വെക്കുമ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ആദ്യമേ തന്നെ നമ്മൾ ശ്രദ്ധിക്കുകയും പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ നമുക്കൊരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു വീടിൻ്റെ പ്ലോട്ട് എടുക്കുന്ന സമയത്തും നമുക്ക് എപ്പോഴും ഒരു പ്ലോട്ട് എടുത്താലും വീടെടുത്താലും അതിനകത്ത് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള പോർഷൻസാണ് അതിൻ്റെ കിഴക്കുടക്ക് മൂലയും തെക്ക് പടിഞ്ഞാറ് മൂല എന്ന് പറയുന്നത്. ഈ ഒരു പ്ലോട്ടിന് ശരിക്കും കിഴക്കുടക്ക് മൂല എന്നൊരു പോർഷനേ ഇല്ല. കാരണം ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് കുഴിയുള്ള ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് കട്ട് ചെയ്ത് പോരുക. കാരണം നമുക്കൊരിക്കലും അത് സ്ക്വയർ ചെയ്യാനായിട്ട് നമുക്കൊരിക്കലും പറ്റില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എളുപ്പ വഴി എന്ന് വെച്ചാൽ നിലവിൽ ഇവർ മതിൽ കെട്ടിയിരിക്കുന്ന ഈ കിഴക്കുടക്ക് മൂലയെന്ന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്താൽ അത്രയും ഭാഗം സ്ക്വയറായി കിട്ടും. ബാക്കിയുള്ള ഭാഗം നമ്മുടെ കോമ്പൗണ്ടിന് പുറത്തായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ ആ രീതിയിൽ ഇവർക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ഇവർ ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. അത് തന്നെയല്ല ഒരു എൽ ഷേപ്പിൽ അതിലെ റോഡ് വരുന്നതുമാണ്. കാരണം കറക്റ്റ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വഴിമുട്ട് വരുന്നുമുണ്ട്. കാരണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് വഴിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് അതിനകത്ത് പൈസ നിൽക്കില്ല, രണ്ട് നമുക്കൊരു പ്രോഗ്രസ്സോ ഇമ്പ്രൂവ്മെൻറ്റോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ജോലി ചെയ്ത് നമ്മൾ കാശ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും ഏത് വഴിയാണ് ആ പൈസ തീർന്നു പോകുന്നതെന്ന് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥയായിപ്പോൾ. അത് തന്നെയല്ല സാമ്പത്തിക പ്രതിസന്ധികളും മാനസികമായിട്ടുള്ളതൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനകത്ത് വന്നുകൊണ്ടേയിരിക്കാം. അത് തന്നെയല്ല ഈ വീട്ടിൻ്റെ ദാമ്പത്യത്തിൻ്റെ ഭാഗവും കുട്ടികളുടെ പോർഷനും ഇതിനകത്ത് ഛേദിച്ചു പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇതിനകത്ത് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇതിനകത്ത് താമസിക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ദാമ്പത്യപരമായിട്ടൊരു ഐക്യത ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പം ഒരാൾക്ക് അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. കാരണം ചിലപ്പം ഇതിനകത്ത് സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാളുടെ ഹസ്ബൻഡ് ചിലപ്പം വിദേശത്താവാം. എപ്പോഴും ദാമ്പത്യത്തിൻ്റെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള പൊരുത്തക്കേടുകളും പ്രശ്നങ്ങളും വന്നുകൊണ്ടേയിരിക്കാം. ഇതിനകത്ത് ഈ സൗത്ത് ഈസ്റ്റ് കോർണറും നോർത്ത് ഈസ്റ്റ് കോർണറും ഇവർ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് ഇവർ സ്കോർ ചെയ്തെടുക്കണം. അതുപോലെ ഇതിൻ്റെ സൗത്ത് ഭാഗത്തായിട്ട് ഒരു സെപ്റ്റി ടാങ്ക് ഉണ്ട്. കാരണം തെക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നിയുടെ ദിക്കാണ്. അഗ്നിയുടെ ദിക്കിൽ ഒരിക്കലും നമ്മൾ വെള്ളം കെട്ടിക്കിടക്കുന്ന സെപ്റ്റി ടാങ്ക് പോലത്തെ കാര്യങ്ങളൊന്നും കൊണ്ടുവെക്കരുത്. അത് കൂടാതെ ഇതിൻ്റെ അകത്ത് യമസൂത്രം തട്ടിയിട്ടാണ് ആ ടോയ്ലറ്റ് നിൽക്കുന്നത്. കാരണം ഈ പറഞ്ഞ പോലെ അസുഖങ്ങളിലേക്കൊക്കെ കടന്നു വരുന്നതിന് അത് കാരണമായി തീരും. അപ്പം സെപ്റ്റി ടാങ്കും ഇത് ഒന്നുകിൽ ഇത് കോമ്പൗണ്ടിന് പുറത്ത് മാറ്റുക, അല്ലെങ്കിൽ ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുത്തിട്ട് അതിനെ പുറത്താക്കി മാറ്റുക. അതുപോലെ റൂം സൈസുകളെല്ലാം ഇതിൻ്റെ അകത്ത് തെറ്റാണ്. കാരണം വെച്ചാൽ റൂമിൻ്റെ സൈസ് തെറ്റായി കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ഇതിനെ കറക്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം വെച്ചാൽ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് ഓരോ ദിക്കും എനർജൈസ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ദോഷങ്ങൾ ഒരു 70% പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്ത് ഇത് വാർദ്ധക്യ ചുറ്റിൽ നിൽക്കുന്ന വീടായിട്ടാണ് കാണുന്നത്. വാർദ്ധക്യ ചുറ്റിൽ നിൽക്കുന്ന വീട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ക്ഷീണാവസ്ഥയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. നമുക്കൊരു പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനൊന്നും പറ്റുന്നൊരു ടൈം ആയിരിക്കില്ല. എപ്പോഴും നമുക്കൊരു അസുഖമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കെപ്പോഴും ക്ഷീണ അവസ്ഥ നമ്മളെ പിന്തുടരും. അതല്ല ഒരു എനർജി ഉണ്ടാവില്ല. അപ്പം ഇതിനകത്ത് ഒരു 72 സെൻറ്റിമീറ്റർ ഒരു കോലുകൂടി ഇതിൻ്റെ അകത്ത് കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ 59 കോല് വരും, 8 വിരൽ വരും. വൃഷയോനിയാണ്, മൂലനക്ഷത്രമാണ്, കൗമാരത്തിലേക്ക് വരും. അത് ഉത്തമമായിട്ടുള്ള കണക്കാണ്. അപ്പം ഈ ഒരു കണക്കനുസരിച്ച് ഇതിനെ ചുറ്റളവ് മാറ്റിയെടുക്കണം. അപ്പം ഇതിനകത്ത് ഞാൻ ചുറ്റളവ് മാറ്റാൻ ഇവർക്ക് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഇവർക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഒരു 72 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു നീളൻ വരാന്ത കൂട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റളവിൻ്റെ ഭാഗങ്ങൾ ഓക്കെ ആയി കിട്ടുകയും ചെയ്യും. മറ്റ് ദോഷങ്ങളൊന്നും ഇവരെ ബാധിക്കുകയില്ല. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വഴിമുട്ടിൻ്റെ പ്രശ്നമുണ്ട്. അത് കോൺവെക്സ് മിറർ വെച്ചിട്ട് റിഫ്ലക്റ്റ് ചെയ്യിച്ച് കളയുക. ഒരു 70-75% അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. ഇദ്ദേഹത്തിൻ്റെ ക്യാൻസറിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ തന്നെയായിരുന്നു. അപ്പം ഇതിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവർ ക്ലിയർ ചെയ്തെടുക്കണം. കാരണം ഈ വീടിന് കിഴക്കുടക്ക് പോർഷനില്ല, വസ്തുവിന് കിഴക്കുടക്ക് പോർഷനില്ല. ഈ വീടിൻ്റെ കിഴക്കുടക്ക് പോർഷൻ ഇവർ സ്ക്വയർ ചെയ്തെടുക്കണം. വസ്തുവിൻ്റെ കിഴക്കുടക്ക് പോർഷൻ ഇവർക്ക് ഒരിക്കലും ഇവർക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിലവിലുള്ള കിഴക്കുടക്ക് ഭാഗത്തെ മതിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം വരെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ഒരു മൂല കൃത്യമായി കിട്ടും.
ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഈ വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. എപ്പോൾ ഇവരിത് ചെയ്യുന്നു അന്നേരം തൊട്ട് ഇവർക്ക് അതിൻ്റെ ഒരു ചേഞ്ച് ഇവർക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ് വഴിമുട്ട്, കന്നിമൂല, അങ്ങനെ 2 പദങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതിൽ തന്നെ കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന വീട് കൊള്ളില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതിൽ എന്നാൽ നമ്മൾ പറയുമ്പോൾ എല്ലായിടത്തും കന്നിമൂല ഉണ്ട് എന്നും പറയാറുണ്ട്. ഇതിൽ എന്താണ് ഇതിൻ്റെ വാസ്തവം എന്താണ്? ഇല്ല, ഇതിനകത്തൊരു പ്രശ്നം വെച്ചാൽ നമുക്ക് തെക്ക് പടിഞ്ഞാറ് പോർഷൻ നമുക്ക് ഒരു വീടിന് ഗേറ്റ് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ ആ വസ്തുവിലേക്കുള്ള വഴിയും നമുക്ക് കൃത്യമായിട്ടുള്ള സ്ഥാനത്താണെങ്കിൽ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. ചില റോഡുകൾ നീളത്തിൽ പോയിട്ട് അവിടെ ചിലപ്പം വളഞ്ഞായിരിക്കാം, ചിലപ്പോൾ ഒരു സൈഡിലേക്ക് ഒരു ദിക്കിലേക്ക് പോകുക, അല്ലെങ്കിൽ ഒരു എൽ ഷേപ്പിൽ തിരിഞ്ഞായിരിക്കാം പോവുക. അപ്പോൾ ആ എൽ ഷേപ്പ് തിരിയുന്ന ഭാഗത്ത് ഒരു വീട് വന്നാൽ അത് വഴിമുട്ടിൻ്റെ പട്ടികയിലുള്ളതാണ്. ചില വഴികൾ ഒരേ സ്ട്രെയിറ്റ് വന്നിട്ട് ചിലപ്പോൾ വളഞ്ഞു പോകുന്നു. അത് ഓരോ ദിക്കിൽ നിന്നും പലപ്പോഴും വളഞ്ഞു പോകാറുണ്ട്. ചിലപ്പോൾ ടി ജംഗ്ഷൻ പോലത്തെ വഴി വന്നിട്ട് ഒരു വഴി നേരെ വരും, അത് 2ആയിട്ട് തിരിയുന്ന വഴിയിലേക്ക് കയറും. ആ ഭാഗത്തൊരു വീട് വന്നാലും അത് ടി ജംഗ്ഷനിൽ നിൽക്കുന്ന വീടായിട്ടാണ് നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ഓരോ ദിക്കിൽ നിന്നും വഴി ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുന്നതിനനുസരിച്ച് ഗുണഫലങ്ങളുമുണ്ട്, ദോഷഫലങ്ങളുമുണ്ട്. ചില വഴിമുട്ട് നമുക്ക് നല്ലതാണ്, ചില ഭാഗത്തുനിന്നുള്ള വഴിമുട്ട് നമുക്ക് ദോഷമാണ്. അതിൽ ഒരിക്കലും നമുക്ക് പാടില്ലാത്ത വഴിമുട്ടാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വഴിമുട്ട്, അതുപോലെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വഴിമുട്ട്, അതുപോലെ തെക്ക് കിഴക്ക് ഭാഗത്തെ വഴിമുട്ടൊക്കെ. അപ്പം വഴിമുട്ടിനുള്ള ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ ഒന്നുകിൽ നമുക്ക് ചിലപ്പം വീട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വഴിമുട്ട് ഒഴിച്ചു വെക്കാൻ പറ്റും. പക്ഷേ അപ്പോഴും വഴിമുട്ടിൻ്റെ ആ ഒരു എനർജി കുറേയൊക്കെ നമ്മുടെ ആ കോമ്പൗണ്ടിൽ കടന്നു വരും. അപ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനായിട്ട് നമുക്ക് വാസ്തുവിലൊക്കെ എലമെൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ റിഫ്ലക്റ്റ് ചെയ്യിച്ച് വിടുന്നതോടുകൂടി ഒരു 70-75% ആ വഴിമുട്ടിൻ്റെ ദോഷം നമുക്ക് പൂർണ്ണമായിട്ടും മാറി കിട്ടും. പക്ഷേ നമ്മളിതെപ്പോഴും നമ്മുടെ ഈ വഴിമുട്ടിൻ്റെ വിഷയങ്ങളാണ് എന്ന് നമ്മൾ അറിയാതെ കിടക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജാതകത്തിൽ നല്ല സമയങ്ങളാണെന്നുണ്ടെങ്കിലും ജാതകത്തിൽ ഏറ്റവും സാമ്പത്തികപരമായിട്ടും അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടും ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്ന കാലയളവിൽ നമ്മുടെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനെ ഇത് ദോഷകരമായി ബാധിക്കും. കാരണം വെച്ചാൽ നമ്മളൊരു 10 അടി മുന്നോട്ട് പോകുമ്പോൾ ഒരു 20 അടി പുറമോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും വരിക. അത് വഴിമുട്ട് എന്നുള്ളത് മാത്രമല്ല, വീടിൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലും ഇതേ അവസ്ഥ വരും. കാരണം വാസ്തുവിനെ സംബന്ധിച്ചൊരു കാര്യം വെച്ചാൽ ഇത് കൃത്യമായിട്ട് അതിൻ്റെ തൊഴിലിൻ്റെ ഒരു പോർഷനുണ്ട്. അത് വാസ്തു ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ കുട്ടികളുടെ പോർഷനുണ്ട്, അതുപോലെ പ്രശസ്തിയുടെ ഭാഗമുണ്ട്, ദാമ്പത്യത്തിൻ്റെ ഭാഗമുണ്ട്, അതുപോലെ പ്രോസ്പെരിറ്റിയുടെ ഭാഗമുണ്ട്. ഈ ഏത് ദിക്കിൽ കംപ്ലയിൻറ്റ് വന്നാലും ആ ഭാഗത്ത് വരുന്ന കംപ്ലയിൻറ്റ് എന്താണ് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ വഴിമുട്ടിൻ്റെ വിഷയം നമ്മൾ യഥാവിധി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്താൽ വഴിമുട്ടിൻ്റെ വിഷയങ്ങളും പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ വഴിമുട്ട് നമുക്ക് റിഫ്ലക്റ്റ് ഒക്കെ ചെയ്യിച്ച് കളയുമ്പോൾ എപ്പോഴും നമുക്കൊരു 100% ദോഷമായിട്ട് നിന്നിടത്ത് ഒരു 70-75% ദോഷം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ എന്നാലും നമുക്ക് ദോഷങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ അത് കാരണമായി തരും. ഈ ഒരു വീടിന് വന്നത് വഴിമുട്ടിൻ്റെ വിഷയങ്ങളുണ്ട്, അതുപോലെ വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ഉണ്ട്, പ്ലോട്ടിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ഈ വിഷയങ്ങളൊക്കെ വരുമ്പം ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. ഈ വിഷയം ഇവർ പരിഹരിച്ച് കഴിയുമ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയം പെട്ടെന്ന് മാറിക്കിട്ടുകയും ചെയ്യും. ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അനുഭവത്തിൽ അത് ഫീൽ ചെയ്യുകയും ചെയ്യും. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് വിവരങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതിയറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇവിടെ വാങ്ങുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണപ്രഭവിരിയും മൺതരിയിൽ ഇരുസന്ധ്യകൾ തന്നിലാവിന്മേലൊരു പ്രഭയായി കൊളുത്തുന്നു ദീപനാളം. അതു തൻ കൃപയായി പകരുന്നു ദേവാമൃതം. അറിയുന്നു നാം ഈ നിത്യ ചൈതന്യത്തെ ഋതുക്കൾ പകർന്ന ഗുരുവര്യന്മാരിലൂടെ കാലങ്ങൾക്കിപ്പുറവും അണയാത്തൊരു നാളം കൃപയായി പകർത്തുന്നു ദേവാമൃതം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ. അറിവിൻ്റെ ആ ദിവ്യപ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം.
ഗുരുവരുളാകുന്ന ദേവാമൃതം